റിലേഷൻഷിപ്പിലാവുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലേ. നമ്മളെ സന്തോഷങ്ങളും വിഷമങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരാളുണ്ടാവുക, അതുപോലെ തന്നെ അവരെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുക, ഒരാൾ നമുക്ക് വേണ്ടി ഉണ്ട് എന്നറിയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് സീക്രറ്റ്സ് ഉണ്ട്. പല ആൾക്കാർക്കും ആ സീക്രറ്റ്സ് എന്താണെന്ന് അറിയില്ല. ഇനി അറിയുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവരത് പ്രാക്ടീസ് ചെയ്യാറില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയുള്ള കുറച്ച് സീക്രറ്റ്സിനെ കുറിച്ചാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ സേഫ്റ്റിക്കുള്ള ഒരു എൻവയറമെൻറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അതൊക്കെ പക്ഷേ തുറന്ന് പറയാൻ ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് നല്ല വിഷമം വന്നു, പക്ഷേ ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ പ്രശ്നമാവും എന്നുള്ളത്. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള എൻവയറമെൻ്റ് അല്ലാതെ എന്തും തുറന്ന് പറയാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്, ഞാൻ നിന്നെ മനസ്സിലാക്കും എന്ന് നമ്മളെ പാർട്ട്ണറിനെ ഫീൽ ചെയ്യിപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത്, ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ഉള്ളപ്പോൾ ശരിക്കും ഒരു ചെറിയ കുട്ടിയാണ്, എൻ്റെ ഒരു ഇന്നർ ചൈൽഡ് പുറത്ത് വരാറുണ്ട്, ഞാൻ വളരെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സേഫ് ആയിട്ടുള്ള അവരുടെ ഇമോഷൻസ് ഒക്കെ വാലിഡ് ആണ്, അത് കേൾക്കാൻ ഒരാളുണ്ട്, അതിനൊരിക്കലും നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യില്ല എന്നുള്ളൊരു സേഫ് എൻവയറമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് എന്തും തുറന്ന് പറയാൻ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഒരാൾ അവർക്ക് വിഷമമായ ഒരു കാര്യം തുറന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, ആ സമയത്ത് അതൊന്നുമല്ല, പിന്നെ അതിന് മാത്രമൊന്നുമില്ല, ഒന്നും ഉണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ ആ ഇമോഷനെ നമ്മൾ ഡിസ്മിസ് ചെയ്യുകയാണ്, അതൊന്നുമല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം അവർക്കൊരു ഇമോഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് അത് അവർ തുറന്ന് പറയില്ല. കാരണം അവർക്ക് മുന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവർ ഡൗട്ട് ചെയ്യും, പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അത് കൂടുതൽ എനിക്ക് വിഷമല്ലേ ഉണ്ടാക്കുള്ളൂ എന്നുള്ളൊരു കാര്യം കൊണ്ട് ഇമോഷൻസ് പറയാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇമോഷണൽ സേഫ്റ്റിക്കുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അവരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കേട്ട് അവരതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളത് തന്നെയാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലിയർ കമ്മ്യൂണിക്കേഷനാണ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അതിന് വേണ്ടി ഹോപ്പ് ചെയ്യുന്നു, പക്ഷേ നമ്മുടെ പാർട്ട്ണർ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ് അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാറുള്ളത്. ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് രണ്ട് വ്യക്തികളും രണ്ട് ഇൻഡിവിജ്വൽസ് ആണെന്ന് മനസ്സിലാക്കി അവരുടെ നീഡ്സ് എന്താണ്, വാണ്ട്സ് എന്തൊക്കെയാണ്, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് രണ്ട് സൈഡിലും, ഇപ്പോൾ എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പുറത്ത് പോകാൻ ഇഷ്ടമാണ്, മൂവീസിന് പോകാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എൻ്റെ ലവ് ലാംഗ്വേജ് ഇതാണ്, നിൻ്റെത് എന്താണ് എന്നുള്ള ആ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള എക്സ്പെക്റ്റേഷൻസും നീഡ്സും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമുക്ക് റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ഫീലിങ്സ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മുടെ പാർട്ട്ണർ നമ്മളെ മൈൻഡ് ചെയ്യാതെ പോയി, അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യം നമ്മൾക്ക് ഹേർട്ടായിട്ടുണ്ട്, അപ്പോൾ ആ ഒരു ഫീലിങ്ങിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ചെറിയ കാര്യമല്ലേ, അത് മിണ്ടാതിരിക്കാം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഉള്ളിലൊരു ബിൽഡപ്പായി കിടക്കുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ അത് പിന്നീട് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്ന് നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് നീ ഇങ്ങനെ പറഞ്ഞില്ലേ, ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ പഴയ കാര്യങ്ങൾ പിന്നെ എടുത്ത് കൊണ്ടുവരിക. അത് കുറച്ചും കൂടി റിലേഷൻഷിപ്പിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്തും ആ ത്രൂ ഔട്ട് റിലേഷൻഷിപ്പും നമ്മളുടെ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന തോട്ട്സും അതുപോലെ തന്നെ ഉണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസസും അവർ ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള അപ്രിസിയേഷൻ, ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആണ്. ഒരു റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴുള്ള ഈ ചിന്താഗതിയാണ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവിടെ ഒരിക്കലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവില്ല, വളരെ ഹാപ്പി കപ്പിളായിരിക്കും, എപ്പോഴും ഇങ്ങനെ ഒത്തുചേർന്ന് പോകുന്ന ആൾക്കാരായിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, രണ്ടാൾക്കാരും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, അവർക്ക് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നോർമലാണ്. പക്ഷേ അതെപ്പോഴാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്, അതെങ്ങനെ നല്ല രീതിയിൽ അവർ സോൾവ് ചെയ്യുന്നു, അതിലാണ് ആ റിലേഷൻഷിപ്പിൻ്റെ സക്സസ് ഉണ്ടാവുന്നത്. പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെപ്പോഴും അപ്പുറത്തുള്ള വ്യക്തിയെ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള സ്നേഹത്തിനെ ഒന്നും കൺസിഡർ ചെയ്യാതെ നമ്മളെ മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഈ കോൺവെർസേഷനിൽ ജയിക്കണം, ഞാനിവിടെ ജയിക്കണം എന്നുള്ള ഒരു വാശിയിൽ നമ്മൾ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനും അവരെ ബ്ലെയിം ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവർ മുന്നേ നമ്മുടെ അടുത്ത് പറഞ്ഞ വാക്കുകളെ കൂടുതലായിട്ട് പോയിന്റ് ചെയ്യുക, അവരെ ഇൻസെക്യൂരിറ്റീസ് പോയിന്റ് ചെയ്യുക, ഇങ്ങനെയുള്ള നെഗറ്റീവ് പാറ്റേൺസ് കാണിക്കാറുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റ് വന്നു, ചിലപ്പോൾ അയാളുടെ ഭാഗത്താവാം തെറ്റ്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ച് ഇപ്പം ഞാനാണ് തെറ്റ് നീയാണ് തെറ്റ് എന്നുള്ള ബ്ലെയിമിങ്ങിലേക്ക് പോവാതെ ഇതെങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് സോൾവ് ചെയ്യാം, ഇതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് എന്താണ്, രണ്ടാളെയും ഹേർട്ട് ചെയ്യാതെ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കാം എന്നുള്ളത് ചിന്തിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഏർലി റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ്. പലപ്പോഴും നമ്മൾ ചില കപ്പിൾസിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ഇന്നൊരു പ്രശ്നം ഉണ്ടായി, ഒരു 1 വീക്കിലേക്ക് അവർ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നു, കോൺവെർസേഷൻ ഒന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, 1 വീക്ക് കഴിഞ്ഞ് ഒന്നും പറ്റാത്ത പോലെ പിന്നെയും വന്ന് സംസാരിച്ചു കിടക്കുന്നു. അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. കാരണം നമ്മൾ അവിടെ ഒരു കാര്യം സോൾവ് ചെയ്യാതെയാണ് പിന്നെ ആ ഒരു കാര്യം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മുന്നത്തെ കുറേ കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് ചിലപ്പോൾ നമ്മളിങ്ങനെ ഹോൾഡ് ഓൺ ചെയ്ത് വലിയൊരു കോൺഫ്ലിക്റ്റ് വരുമ്പം ഈ പണ്ടത്തെ എല്ലാ പാസ്റ്റും നമ്മൾ ഇങ്ങനെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഏർലി റെസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരുന്നില്ല എന്നാണെങ്കിലും കുറച്ച് സമയം മേ ബി ഒന്ന് മാറി നിന്ന് നമ്മുടെ ഇമോഷൻസിൻ്റെ ആ ഹൈ ഇൻറ്റൻസിറ്റി എന്നൊക്കെ താഴേക്ക് വന്നതിൻ്റെ ശേഷം രണ്ടുപേരും ഒരുമിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫോൺ വഴിയോ നിങ്ങൾക്ക് പറ്റുന്നൊരു മെത്തേഡ് വഴിയോ സംസാരിച്ച് ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം റിയാക്ട് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ അവർ പറയുന്നത് കേൾക്കേണ്ടത്, അതിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യാനും അത് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മുന്നിൽ വെച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായി ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും ഹാപ്പി ആക്കി വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്രിസിയേഷൻ ആൻഡ് കോംപ്ലിമെൻറ്റ്സ് ആണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ ആദ്യം കിടക്കുമ്പം ആ വ്യക്തി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ നോട്ടീസ് ചെയ്യാനും കോംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മളൊന്ന് മീറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഡ്രസ്സിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇന്ന് ഭയങ്കര ഹാൻസം ആയിട്ടുണ്ടല്ലോ, പ്രിട്ടി ആയിട്ടുണ്ടല്ലോ എന്നുള്ള കോംപ്ലിമെൻറ്റ്സ് പറയുക. ഇനി അതല്ലെങ്കിൽ അവർ ചെയ്ത ചെറിയ ചെറിയ ഹെൽപ്പിനും കാര്യങ്ങൾക്കൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യുക, താങ്ക് യു പറയുക. ഈ കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ നമ്മൾ വളരെയധികം ചെയ്യുന്നുണ്ടാവും. പക്ഷേ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കിതൊക്കെ ഒരു ഹാബിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ. ഇവർ നമ്മൾ കുറേ വർഷമായി കാണുകയാണ്, ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ആ കാര്യങ്ങളെ അത് വളരെ നോർമലൈസ്ഡ് ആയിട്ട് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ അപ്രിസിയേഷനും കോംപ്ലിമെൻറ്റ്സും ഒക്കെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, നമുക്ക് എല്ലാവർക്കും അപ്രിസിയേഷൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഇപ്പം നമ്മൾ ചെയ്തൊരു കാര്യം നന്നായിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്തല്ലോ എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്ണർ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ആ ഒരു കാര്യം ഇനി നന്നായി ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാനും നമുക്കുള്ള സാധ്യത കൂടുതലാണ്. സോ ഒരു റിലേഷൻഷിപ്പ് എത്ര വലുതായിക്കോട്ടെ, എത്ര ലോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ 20 വർഷത്തെ മാരീഡ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ നിങ്ങൾക്ക് ഹസ്ബൻഡോ വൈഫോ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു താങ്ക് യു പറയുക, അല്ലെങ്കിൽ ആൾ നല്ലൊരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് നല്ല രീതിയിൽ റെസൊല്യൂഷൻ ഒരു അപ്പർ ഹാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അപ്രിഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു റിലേഷൻഷിപ്പിനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓൺ സർക്കിളും അതുപോലെ തന്നെ ഹെൽത്തി ബൗണ്ടറീസും ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. പലപ്പോഴും കല്യാണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ഫ്രണ്ട് സർക്കിളൊക്കെ ഒരുമിക്കാനും എപ്പോഴും ആ ഒരു സർക്കിൾ മാത്രമായി പുറത്തു പോകുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് രണ്ട് വ്യക്തികളാണ് അല്ലേ. അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടുള്ള ലൈഫും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഒരുമിച്ച് പുറത്ത് പോകാം, എല്ലാ സർക്കിളും ഒരുമിച്ച് പുറത്ത് പോകാം, ടൈം സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ ഇടയ്ക്കൊരു ട്രിപ്പ് പോവുക അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒരു റിലേഷൻഷിപ്പിൽ എത്തുന്ന സമയത്ത് അവരുടെ ബൗണ്ടറീസൊക്കെ എന്ത് ചെയ്യും, വളരെയധികം ലിമിറ്റഡ് ആക്കും. ഈ വ്യക്തി മാത്രമാണ് എൻ്റെ ലൈഫ്, ഇയാളുടെ കൂടെ മാത്രമേ ഞാൻ പുറത്ത് പോകുള്ളൂ, ട്രിപ്പ് പോകുള്ളൂ, ഇങ്ങനെയുള്ള ഇതിലേക്ക് പോകുന്ന സമയത്ത് ആ വ്യക്തി വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു പോയിന്റ് കഴിയുമ്പോൾ. കാരണം നമുക്ക് എല്ലാവർക്കും സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ നമ്മൾ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും സ്വന്തമായിട്ടുള്ളൊരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവുക അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഡെയിലി ലൈഫിൽ വരുന്ന ഡിസിഷനിലായിക്കോട്ടെ, ഈ ഡെയിലി വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് വർക്കിലും ഡെയിലി ടാസ്കിലാണെങ്കിലും രണ്ടുപേർക്കും ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഇപ്പം എനിക്ക് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അതിലൊരു കഴിവില്ല, നിങ്ങൾ ആ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എടുത്തോളൂ എന്ന് നമ്മളുടെ പാർട്ട്ണറിനോട് പറയുകയാണെങ്കിൽ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ പാർട്ട്ണറിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായി ശ്രദ്ധിക്കാം. അല്ലാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രം, ഇപ്പം ഞാൻ മാത്രം എൻ്റെ വീട്ടിലെ പണികൾ ചെയ്യുന്നു, എൻ്റെ ഹസ്ബൻഡ് എന്നെ
തീരെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ വൈഫ് ബേൺ ഔട്ട് ആവാനും, വൈഫ് പക്ഷേ പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഒട്ടും ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ആൾ തന്നെ ആ കാര്യത്തിൽ ഒരു ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ള ഫീലിലേക്ക് വരുമ്പോൾ ഹസ്ബൻഡിന് ബേൺ ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒരു ഈക്വൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ടേംസ് ഓഫ് ഡെയിലി ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനൊരു കുറച്ചും കൂടി ജോയിൻ്റ് ആയിട്ടുള്ള എഫേർട്സ് വെച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെയധികം തന്നെയാണ്. ഫൈനൽ സീക്രട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഒരു റിലേഷൻഷിപ്പിലാവുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ മുന്നേ നമ്മൾ വളരെയധികം എഫേർട്ട് റിലേഷൻഷിപ്പിൽ ഇടുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അവരെ കാണാനായിട്ട് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യും, ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകും എന്നുള്ളൊരു ബിഹേവിയർ നമ്മൾ റിലേഷൻഷിപ്പിൽ കാണിക്കാറുണ്ട്. പക്ഷേ ഒന്ന് റിലേഷൻഷിപ്പ് ആയതിൻ്റെ ശേഷം അല്ലെങ്കിൽ കല്യാണത്തിൽ എത്തിയതിൻ്റെ ശേഷം ആ ബിഹേവിയറിലൊരു മാറ്റം വരാറുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഓ, ഇവൾ എൻ്റെ ആയി അല്ലെങ്കിൽ ഇവൻ എൻ്റെ ആയി, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു തോട്ട് പല ആൾക്കാർക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ അങ്ങനെയല്ല. ലവ് എന്ന് പറയുന്ന ഒരു ഡെയിലി ആക്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് വിചാരിച്ച് എന്നും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. ഡെയിലി നമ്മൾ അവരെ ഫീൽ ചെയ്യിപ്പിക്കണം, എനിക്കിതിനെ വലിയ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഐ റിയലി ലവ് യു, ഐ കെയർ അബൌട്ട് യു എന്നുള്ളൊരു ഫീലിംഗ് റിലേഷൻഷിപ്പിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നമ്മളുടെ ആക്ഷൻസ് വഴിയും നമ്മളുടെ വേർഡ്സ് വഴിയും അതുപോലെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് വഴിയൊക്കെയാണ് കാണിക്കാൻ പറ്റുക. സോ ഒരു റിലേഷൻഷിപ്പിൽ അവർ കല്യാണം കഴിഞ്ഞോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എത്ര ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിലും ഈ ഡെയിലി ആക്ഷൻ ഓഫ് ഷോയിങ് ലവ്, കെയർ, അല്ലെങ്കിൽ ഞാൻ നിനക്കുള്ള ഒരാളാണ്, ഐ എം ഹിയർ ഫോർ യു എന്നുള്ളൊരു ഫീലിംഗ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഈ പറഞ്ഞ സീക്രട്സിൽ നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്ലൈ ചെയ്യാറ്? ഡു ലെറ്റ് us know in the comment section. ഈ വീഡിയോ നിങ്ങളുടെ പാർട്ട്ണറിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.